Okay students, let us continue with the design matrix. That is, the next is prototype development time. Time taken in days or months for developing the prototype and in-house testing for system functionalities. It includes the engineering time and making the prototype time. അതായത് ഇവിടെ ഇപ്പോൾ എത്ര മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അതിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ഇൻഹൗസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, അതെല്ലാം കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എൻജിനീയറിംഗ് ടൈമും അതേപോലെ തന്നെ പ്രോട്ടോടൈപ്പ് ടൈമും കൺസിഡർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. Time to market, that is time taken in days or months after prototype development to put a product for users and consumers. അതായത് ആ ഒരു പ്രൊഡക്റ്റ് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് യൂസറിന് കൊടുക്കാൻ വേണ്ടി ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമല്ലോ. അത് യൂസേഴ്സിനും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനും മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ അത് എത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര മാസത്തിനുള്ളിലാണ് അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ട്. ദെൻ സിസ്റ്റം ആൻഡ് യൂസർ സേഫ്റ്റി. System safety in terms of accidental fall from hand or table, theft, example of phone locking ability and tracing ability, and in terms of user safety when using a product, for example automobile brake or engine. അപ്പോൾ ഇവിടെ സിസ്റ്റം സേഫ്റ്റി കൺസിഡർ ചെയ്യേണ്ടി വരും. അതായത് ഇപ്പം പെട്ടെന്നൊരു എന്തെങ്കിലും കയ്യിൽ നിന്ന് മൊബൈൽ വീണോ അല്ലെങ്കിൽ ടേബിളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസറിന് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതായത് യൂസർ സേഫ് ആണോ അത് കൺസിഡർ ചെയ്യേണ്ടി വരും. ദെൻ മെയിൻ്റെനൻസ് മീൻസ് ചേഞ്ചബിലിറ്റി ആൻഡ് അഡീഷൻസ് ടു ദ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ ആഡിങ് ഓർ അപ്ഡേറ്റിംഗ് ദ സോഫ്റ്റ്വെയർ, ഡേറ്റ ആൻഡ് ഹാർഡ്വെയർ. എക്സാമ്പിൾ ഓഫ് software maintenance is additional service or functionality software. Example of data maintenance is additional ringtones, then wallpapers, video clips in mobile phone, or extending the card expiry date in case of smart card. Example of hardware maintenance is additional memory or changing the memory stick in the mobile computer and digital camera. ഇപ്പോൾ ഇവിടെ മെയിൻ്റെനൻസ് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഇപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, അതായത് എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, ഹാർഡ്വെയർ. അതുപോലെ സോഫ്റ്റ്വെയർ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ സർവീസ് വേണ്ടി വരും. ആൻഡ് ഡേറ്റ മെയിൻ്റെനൻസ് ആണെങ്കിൽ ഇപ്പോൾ അഡീഷണൽ റിംഗ് ടോൺസ് ചിലപ്പം ആഡ് ചെയ്യേണ്ടി വരും, വാൾപേപ്പേഴ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരും, ദെൻ വീഡിയോ ക്ലിപ്സ്. അതുപോലെ തന്നെ സ്മാർട്ട് കാർഡ് ആണെങ്കിൽ എക്സ്പയറി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. ദെൻ ഹാർഡ്വെയർ മെയിൻ്റെനൻസ് ആണെങ്കിൽ അഡീഷണൽ മെമ്മറി അല്ലെങ്കിൽ ചേഞ്ചിങ് ദ മെമ്മറി സ്റ്റിക്ക്, അത് ഹാർഡ്വെയർ മെയിൻ്റെനൻസ് ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിസൈൻ മെട്രിക്സ്. ഓക്കെ, നൗ ലെറ്റ് us consider the abstraction of steps in the design process. That is, a design process is called bottom to top design if it builds by starting from the components. It first starts with the abstraction of the process and then details are created. Then top to down design approach is the most favored approach. Okay, അപ്പോൾ അത് ഇപ്പം ടോപ്പ് ടു ഡൗൺ അപ്രോച്ചാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്, അതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. What are the 5 levels of abstraction in the design process? The levels are requirements, that is definition and analysis of the system requirements. There has to be consistency in the requirements. ഓക്കെ, അപ്പോൾ അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ് അത് ഡിഫൈൻ ചെയ്യണം, ആനലൈസ് ചെയ്യണം. ഒരു സിസ്റ്റമിൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, ആ സിസ്റ്റം അതായത് ഡിസൈൻ ചെയ്യാൻ പോകുന്ന സിസ്റ്റമിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് അത് അനലൈസ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഡിഫൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഉണ്ടാവണം ആ ഒരു റിക്വയർമെൻറ്റിന്. ദെൻ സ്പെസിഫിക്കേഷൻസ്. ക്ലിയർ സ്പെസിഫിക്കേഷൻസ് ഓഫ് ദ റിക്വയർഡ് സിസ്റ്റം ആർ മസ്റ്റ്. സ്പെസിഫിക്കേഷൻസ് നീഡ് ടു ബി പ്രിസൈസ്. Specifications guide the customer expectation from the product and system architecture. The designer needs specification for hardware, data types, expected system behavior, constraints of design and expected life cycle. Okay, അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സിസ്റ്റമിൻ്റെ സ്പെസിഫിക്കേഷൻസ് ക്ലിയർ ആയിരിക്കണം, അത് ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും. അപ്പോൾ ഹാർഡ്വെയർ അതായത് സ്പെസിഫിക്കേഷൻസ് പ്രിസൈസ് ആയിരിക്കണം, അത് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കണം സ്പെസിഫിക്കേഷൻ. അത് ആക്ച്വലി സ്പെസിഫിക്കേഷൻസ് ശരിക്കും അത് ഗൈഡ് ചെയ്യുക, അതായത് കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻ
ആ പ്രൊഡക്റ്റിൽ നിന്ന് എന്താണ്. അതുപോലെ തന്നെ ഡിസൈനറിന് ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻസ് ആവശ്യമാണ്, ഡേറ്റ ടൈപ്പ്, അതുപോലെ തന്നെ സിസ്റ്റം ബിഹേവിയർ, അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്പെസിഫിക്കേഷൻസ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് ദ ആർക്കിടെക്ചർ. സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ലെയേഴ്സ് ആർ ആർക്കിടെക്ചറൽ ഡിസൈൻ, ഡേറ്റ ഡിസൈൻ, ഇൻ്റർഫേസ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ ഓരോ ലെയേഴ്സ് ആയിട്ടാണത് ആർക്കിടെക്ചർ കൺസിഡർ ചെയ്യുന്നത്. കമ്പോണൻസ്, അതായത് ഫോർത്ത് ലെയർ ഈസ് എ കമ്പോണൻറ്റ് ലെവൽ ഡിസൈൻ. ദാറ്റ് ഈസ് ഹാർഡ്വെയർ കമ്പോണൻസ്, ഇപ്പം പ്രൊസസ്സർ, മെമ്മറി, പെരിഫറൽസ്, ഡിവൈസസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം, ദെൻ പോർട്സ്, ബസ്സസ്, പവർ സോഴ്സ്, ഇതെല്ലാമാണ് ഹാർഡ്വെയർ കമ്പോണൻസ്. അപ്പോൾ അത് എന്തായാലും ആ ഡിസൈൻ കൺസിഡർ ചെയ്യേണ്ടി വരും. System integration, built components are integrated in the system. Components may work fine independently, but when integrated may not fulfill the design metrics. Each component and its interface system is integrated after the design stage. Program simplicity should be maintained during the implementation process. അതായത് ഇവിടെ ഇപ്പം അവസാനം, അതായത് ഇപ്പോൾ എല്ലാം ഓരോ ലെവലിലും ഡിസൈൻ ചെയ്തല്ലോ, അപ്പോൾ അവസാനം അതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. സോ കമ്പോണൻസ് കമ്പൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചിലപ്പോൾ ഇൻഡിപെൻഡൻ്റ്ലി ഓരോ കമ്പോണൻറ്റും കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം കൂടി ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഡിസൈൻ മെട്രിക്സ് ഫുൾഫിൽ ചെയ്യണമെന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആ സ്റ്റേജ് കഴിഞ്ഞിട്ട്, അതായത് ഇൻറ്റിഗ്രേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ്. അതുപോലെ തന്നെ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ ആ പ്രോഗ്രാം സിമ്പിളായിരിക്കണം, അതുപോലെ തന്നെ ഈസി ടു മോഡിഫൈ, അങ്ങനെ എല്ലാ രീതിയിലായിരിക്കണം.